വയനാട്ടിലെ വള്ളിയൂർക്കാവ് ക്ഷേത്രമുറ്റത്ത് കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായ ഒരു അരങ്ങേറ്റം നടന്നു. 60 വയസ്സ് പിന്നിട്ട ഒരമ്മയും മകളും ഒരുമിച്ചാണ് ശാസ്ത്രീയ സംഗീതത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. ആ കാഴ്ചയൊന്ന് കണ്ടുവരാം. മാനന്തവാടി ഹിൽബ്ലൂംസ് സ്കൂൾ പ്രിൻസിപ്പളായ സീറ്റ ജോസും അതേ സ്കൂളിലെ അധ്യാപികയായ മകൾ റിയ ജോർജുമാണ് ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. സീറ്റ ജോസ് 10 വർഷമായി സംഗീതം അഭ്യസിക്കുന്നു. സ്കൂളിലെ സംഗീതാധ്യാപികയായ വൃന്ദ സുരേഷിന് കീഴിലായിരുന്നു പഠനം. പിന്നീട് അമ്മയ്ക്കൊപ്പം മകൾ റിയയും ചേർന്നു. ഗുരുവിൻ്റെ ആഗ്രഹപ്രകാരമാണ് വള്ളിയൂർക്കാവിൽ അരങ്ങേറ്റം നടത്തിയത്. സംഗീതത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് സ്കൂൾ സിലബസിൽ കർണാടക സംഗീതം ഉൾപ്പെടുത്തിയത്. കുട്ടികൾക്ക് പ്രചോദനം നൽകുക എന്ന ലക്ഷ്യവും അരങ്ങേറ്റത്തിന് പിന്നിലുണ്ട്. പഠിക്കാം, എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം. പ്രാക്ടീസാണ് കാര്യം. ഞങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്താൽ എത്തിയിട്ടൊന്നുമില്ല. പക്ഷേ കുഞ്ഞു മക്കൾക്ക് ഇപ്പോഴേ പരിപാടികൾ തുടങ്ങാം. ശാസ്ത്രീയ സംഗീതം കേൾക്കുന്നതിനേക്കാളും കൂടുതൽ പാടുന്നവർക്കാണ് അതിൻ്റെ ആസ്വാദനം. അത് എല്ലാവരും മനസ്സിലാക്കണം. ശ്രീ രാജരാജേശ്വരി വർണ്ണത്തിൽ ആരംഭിച്ച കച്ചേരി മംഗളംപാടി അവസാനിപ്പിച്ചപ്പോൾ ശ്രോതാക്കൾക്കും വ്യത്യസ്ത അനുഭവമായി. മാതൃഭൂമി ന്യൂസ്, വയനാട്. എം കമൽ ചേരുന്നുണ്ട് തത്സമയം. കമൽ, പ്രായം തളർത്താത്ത ഒരമ്മ. പ്രായം ഒന്നൊരു വിഷയമല്ല, നമുക്ക് എന്താണോ ഇഷ്ടം അത് അതേപടി തന്നെ ചെയ്യണം. ഒരു ഗംഭീര കച്ചേരി, അത് മകൾക്കൊപ്പം കൂടി ആയപ്പോൾ അതിന്റെ മാധുര്യം ഒരല്പം കൂടി ഏറി അല്ലേ? വള്ളിയൂർക്കാവ് ക്ഷേത്ര മുറ്റത്താണ് വ്യത്യസ്തമായ ഈ ഒരു അരങ്ങേറ്റം നടന്നത്. 60 വയസ്സ് പിന്നിട്ടൊരു അമ്മയും മകളും ശാസ്ത്രീയ സംഗീതത്തിൽ അരങ്ങേറ്റം നടത്തുക. അതും ഈ അമ്മ വളരെ കാലമായി മാനന്തവാടിയിൽ ഒരു വിദ്യാലയം നടത്തുകയാണ്. അതിൻ്റെ പ്രിൻസിപ്പൽ കൂടിയാണ് സീറ്റ ജോസ്. വലിയൊരു ശിഷ്യ സമ്പത്തിന് ഉടമയാണ് സീറ്റ മിസ്. അവർ സംഗീതത്തോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് സ്വന്തം സ്കൂളിലെ സിലബസിൽ കർണാടക സംഗീതം ഉൾപ്പെടുത്തിയത്. വൃന്ദ സുരേഷ് എന്ന സംഗീതാധ്യാപികയാണ് സ്കൂളിൽ സംഗീതം പഠിപ്പിക്കുന്നത്. അവർ തന്നെയാണ് പ്രിൻസിപ്പലിൻ്റെയും ഗുരു. അത്തരത്തിൽ 10 വർഷമായി സംഗീതം അഭ്യസിക്കുന്നു. മകൾ അതേ സ്കൂളിലെ ടീച്ചറായ റിയ ജോർജും ഇടയ്ക്ക് വെച്ച സംഗീതം പഠിക്കാൻ തുടങ്ങി. ഈ ടീച്ചറുടെ സംഗീതാധ്യാപികയുടെ നിർബന്ധമായിരുന്നു വള്ളിയൂർക്കാവിൽ ഒരു അരങ്ങേറ്റം നടത്തണമെന്നത്. മാത്രമല്ല അത് സ്വന്തം വിദ്യാലയത്തിലെയും മറ്റ് കുട്ടികൾക്കുമൊക്കെ ഒരു പ്രചോദനം ആകും എന്നുകൂടി കരുതിയാണ് ഇത്തരത്തിലൊരു അരങ്ങേറ്റ പരിപാടി സംഘടിപ്പിച്ചത്. എന്തായാലും അമ്മയും മകളും ക്ഷേത്രാങ്കണത്തിൽ പ്രായം തളർത്താത്ത ഒരമ്മ, അമ്മയുടെ ഒരു കച്ചേരി കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമുണ്ട്. എല്ലാവർക്കും പ്രചോദനമാകുന്ന ഒരു കാഴ്ച. എം കമലാണ് തത്സമയം ചേർന്നത്.